പുതിയ വഖഫ് ബോർഡിന്റെ ബില്ല് അവതരിപ്പിച്ചതിലൂടെ കേന്ദ്ര സർക്കാർ മറ്റൊരു കാര്യത്തിനുകൂടി വഴിവെട്ടിയിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷത്തെ വെട്ടിലാക്കിയിരിക്കുന്നു. അത് ദേവസ്വം ബോർഡുകളെ ഇല്ലാതാക്കിക്കൊണ്ട്, അതായത് സർക്കാരിന്റെ നിയന്ത്രണത്തിൽ നിന്നും ക്ഷേത്രങ്ങളെ മോചിപ്പിക്കുന്നതിനുള്ള ബില്ല് 2019 അവതരിപ്പിക്കപ്പെട്ടതാണ്. ഡോക്ടർ യശ്പാൽ സിംഗ് ഉത്തർപ്രദേശിന്റെ MP അവതരിപ്പിച്ചതാണ്. പിന്നീട് കോവിഡിന്റെ കാലഘട്ടം മൂലം പാർലമെന്റ് കൂടാൻ കഴിഞ്ഞില്ല. പിന്നീട് ആ പ്രവർത്തനങ്ങൾ നീണ്ടു പോവുകയായിരുന്നു. അന്ന് വലിയ എതിർപ്പൊന്നും അതിന് പാർലമെന്റിൽ ഉണ്ടായിരുന്നുമില്ല. ഏതായാലും ഇപ്പോൾ വീണ്ടും ദേവസ്വം ബോർഡുകൾ ചർച്ചയിൽ നിറയുകയാണ്. ഈ വഖഫ് ബോർഡിന്റെ ബില്ല് അവതരണ വേളയിൽ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉന്നയിച്ചത്. അതായത് ഇപ്പോൾ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ബോർഡ് മെമ്പർമാരാക്കുന്നത് പോലെ ദേവസ്വം ബോർഡിൽ അഹിന്ദുക്കളെ മെമ്പർമാരാക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചു. ഈ ചോദ്യം അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് തന്നെ കുരുക്കായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇന്ത്യയിൽ പ്രതിപക്ഷം ഭരിക്കുന്ന കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ ചോദ്യം കോൺഗ്രസും CPM-ഉം മുസ്ലിം സംഘടനകളും പാർട്ടികളുമൊക്കെ ഈ ചോദ്യം ചോദിച്ചാൽ സ്വാഭാവികമായി ഈ സംസ്ഥാന സർക്കാരുകൾ അങ്ങനെ ഒരു നീക്കം നടത്തേണ്ടി വരും. അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ അതിന് കനുത്ത വില ഈ സർക്കാരുകൾ നൽകേണ്ടതായും വരും. അത്തരമൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ ദേവസ്വം ബോർഡുകൾ വീണ്ടും ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായി മാറുന്നു എന്നുള്ളത് തന്നെയാണ്. ഓൾറെഡി കേന്ദ്രം അത് അവതരിപ്പിച്ചൊരു ബില്ലാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ടതായിട്ടില്ല. ആ ബില്ല് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ ദേവസ്വം ബില്ലിന് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ എതിർപ്പ് ഉയരുന്നത് കേരളവും തമിഴ്നാടും ആന്ധ്രയും അടക്കമുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നിന്ന് മാത്രമാകും. കാരണം മറ്റുള്ള സ്റ്റേറ്റുകൾക്കൊന്നും വലിയ താല്പര്യം ഈ ദേവസ്വം ബോർഡിൽ, കാരണം അവിടെ അങ്ങനെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടും ആ വരുമാനത്തിൽ കൂടെ അല്ല പല സംസ്ഥാനങ്ങളും മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ടും അതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ വീണ്ടും ദേവസ്വം ബോർഡ്, അതായത് കൃത്യമായി പറഞ്ഞാൽ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിക്കുന്ന അതേ സിസ്റ്റം, അതായത് ഇപ്പോൾ സ്വാഭാവികമായി ഉയരുന്നൊരു ചോദ്യം ഉണ്ടാകും. ആ മുസ്ലിങ്ങളെ വഖഫ് ബോർഡിലേക്ക് എടുക്കാമെങ്കിൽ ദേവസ്വം ബോർഡിലേക്കും അഹിന്ദുക്കളെ എടുക്കാമെന്ന്. അങ്ങനെ മുന്നിട്ടിറങ്ങുന്ന സ്റ്റാലിനോ പിണറായിയോ ഉള്ളവർ ശരിക്കും വെട്ടിലാകുന്നു. കാരണം വലിയൊരു പ്രക്ഷോഭത്തെ നേരിടേണ്ടി വരും. ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ വഖഫ് ബോർഡ് പോലെ അല്ല ദേവസ്വം ബോർഡിന്. കാരണം ക്ഷേത്രങ്ങളുടെ ഭരണമാണ് ഈ ദേവസ്വം ബോർഡ് നടത്തിക്കൊണ്ടു പോകുന്നത്, അല്ലാതെ ഈ പള്ളികളുടെ ഭരണം വഖഫ് ബോർഡ് അല്ല നടത്തുന്നത്. അതുപോലെ തന്നെയാണ് ക്ഷേത്രങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ, അതായത് അവിടുത്തെ ആചാരവിധികൾ ഉൾപ്പെടെയുള്ളവ മുൻപോട്ട് കൊണ്ടുപോകാൻ ഉത്തരവാദിത്തപ്പെട്ടതാണ് ദേവസ്വം ബോർഡ്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് നമ്മളുടെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് വരും ദിവസങ്ങളിൽ കാണാം. ഇതിൽ നിന്ന് ഏതായാലും ഒരു കാര്യം വ്യക്തമായി, വഖഫ് ബോർഡ് ബില്ല് വന്നു കഴിഞ്ഞിരിക്കുന്നു. അധികം വൈകാതെ ദേവസ്വം ബോർഡുകളും ഓർമ്മകൾ മാത്രമാകും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.